കങ്കണ റണാവത്ത് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്. ഒന്നും രണ്ടും തവണയല്ല, 3 വട്ടം. ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ നിന്നുള്ള BJPയുടെ ലോക്സഭാ MP. കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാകുമ്പോഴൊക്കെ, അല്ല കങ്കണയുടെ മുന്നിലേക്ക് ചാനൽ മൈക്കുകൾ നീണ്ടപ്പോഴൊക്കെ ഹെഡ്ലൈനുകളിൽ അവർ ഇടം പിടിച്ചു. എന്താ ഇപ്പൊ പറഞ്ഞതെന്നറിയാൻ ജനങ്ങൾ ആ വീഡിയോകൾ വീണ്ടും വീണ്ടും കണ്ടു. ഇത് തന്റെ പോപ്പുലാരിറ്റിയുടെ തെളിവാണെന്ന് വിചാരിച്ചിട്ടാകണം കങ്കണ പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടെടുത്തും വേണ്ടാത്തിടത്തും. നീറ്റ് പരീക്ഷാ വിവാദത്തെ തുടർന്നുണ്ടായ വിദ്യാർത്ഥി സമരത്തോടും രൂക്ഷമായാണ് കങ്കണ പ്രതികരിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജെൻസി പ്രതിഷേധം BJP MPക്ക് പിടിച്ചില്ല, സ്വാഭാവികം. പക്ഷേ കങ്കണയുടെ പ്രതികരണം അല്പം കടന്നുപോയി. സമരത്തിൽ പങ്കെടുത്ത യുവാക്കളെ ജനറേഷൻ ഗട്ടർ എന്നും കള്ളും കഞ്ചാവും സെക്സുമായി മാതാപിതാക്കളുടെ വരുമാനത്തിൽ ലജ്ജയില്ലാതെ ജീവിക്കുന്നവർ എന്നും ആക്ഷേപിച്ചാണ് കങ്കണ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. പ്രക്ഷോഭകർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്ന റീലുകൾ കാണുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്നുവെന്നും സ്വയം പാറ്റകളെന്ന് വിശേഷിപ്പിക്കുന്ന ഇവർ ലോകത്തിന് മുന്നിലേക്ക് ചപ്പും ചവറും വലിച്ചെറിയുകയാണെന്നും കങ്കണ പറഞ്ഞു കളഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് ഗെറ്റൗട്ട് അടിച്ച ജൻസികൾ വെറുതെ ഇരുന്നില്ല. അവർ ട്രോളി വിമർശിച്ചു. BJPയുടെ മുഖ്യ വക്താവ് സൗരവ് ദാസും പ്രതികരിച്ചു. കങ്കണയെ സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾ പോലും പരിഗണിക്കുകയോ ഗൗരവമായി എടുക്കുകയോ ചെയ്യുന്നില്ലെന്നും പിന്നെ തങ്ങൾ എന്തിനവരെ കാര്യമായി എടുക്കണമെന്നുമായിരുന്നു സൗരവിന്റെ മറുപടി. ജെൻസികളോ ജെൻ ആൽഫയോ അവരെ ഗൗരവത്തിൽ എടുക്കാറില്ലെന്ന് പറഞ്ഞ സൗരവ് കങ്കണയുടെ ഒരു പഴയ പ്രസ്താവനയിലേക്ക് ശ്രദ്ധയും ക്ഷണിച്ചു. वो पॉलिटिशियन है, नेता बन गई है. उनके तो कुछ वीडियोस भी थे जहाँ पे वो हिमाचल में जब अपने सीट में उन्होंने विजिट किया था तो उन्होंने बोला था कि मैंने सोचा था कि थोड़ा बहुत ही काम करना पड़ेगा, यहाँ पे तो इतना ज़्यादा काम करना पड़ता है MP बन के. तो ये उनका सीरियसनेस दिखाता है. वो हमें अनसीरियस जनरेशन बोल रही है, लेकिन उनका सीरियसनेस उन्होंने ही खुद को एक्सपोज कर दिया था. തന്നെ ഗൗരവമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ കങ്കണ വിട്ടുകൊടുക്കുമോ? സൗരദാസിനെതിരെയായിരുന്നു പിന്നീടുള്ള പോര്. സൗരവ് ANAയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ടിനൊപ്പം തന്റെ കുറിപ്പുകളും ചേർത്ത് ഇൻസ്റ്റഗ്രാം സ്റ്റോറികളുടെ ഒരു പരമ്പര. 28കാരനായ സൗരവ് എങ്ങനെ വിദ്യാർത്ഥിയാകുമെന്നായിരുന്നു MPയുടെ പ്രധാന സംശയം. നിങ്ങളൊരു വിദ്യാർത്ഥിയല്ല, നിങ്ങൾക്ക് ജോലിയില്ല, ആദ്യം എന്തെങ്കിലും ഒരു സ്കില്ല് നേടൂ എന്നിങ്ങനെ പോയി കങ്കണയുടെ ഉപദേശം. മാത്രമല്ല ചലച്ചിത്ര പ്രവർത്തക, കലാകാരി, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, സംരംഭക എന്നിങ്ങനെ തൻ്റെ നേട്ടങ്ങൾ എണ്ണി പറയുകയും ചെയ്തു. 28ാം വയസ്സിൽ തനിക്ക് 2 ദേശീയ പുരസ്കാരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നിങ്ങളെപ്പോലെ ഒന്നിനും കൊള്ളാത്ത ആളല്ലെന്നും കങ്കണ എടുത്തു പറഞ്ഞു. അധികം വൈകിയില്ല, സൗരദാസിന്റെ മറുപടി വന്നു. देखिए, कंगना जी को तो उनका गूगल भी गलत इन्फॉर्मेशन बताता है, इससे पता चल रहा है. मैं 28 का नहीं, मैं 27 साल का हूँ. वो भी अभी कुछ टाइम पहले ही मैं 27 साल का हुआ हूँ. मैं स्टूडेंट भी नहीं हूँ, गूगल भी वही बताएगा. स्टूडेंट हूँ नहीं, मैं जर्नलिस्ट हूँ. एंड मैंने भी कभी क्लेम नहीं किया कि मैं एक्टिव स्टूडेंट हूँ. मैं स्टूडेंट ऑफ लाइफ हूँ. सब लोगों को स्टूडेंट ऑफ लाइफ होना चाहिए. वैसे ही हम लोग आगे बढ़ेंगे, वैसे ही हमारे अंदर एक अंडरस्टैंडिंग आएगा. हमारा एज भले ही ज़्यादा हो या किसी का भी एज ज़्यादा हो, अगर वो स्टूडेंट ऑफ लाइफ नहीं है, ज़िंदगी से वो सीख नहीं रहे, तो फिर विजडम भी नहीं आएगा. कंगना जी को भी ये समझना चाहिए कि ऐसे स्टूडेंट ऑफ लाइफ बनना चाहिए उनको भी. ദ മോജോ സ്റ്റോറിയിൽ ബർക്കാദത്തിനോട് സംസാരിച്ച CJP വക്താവ് കങ്കണ റണാവത്തിനോട് തനിക്ക് വ്യക്തിപരമായ യാതൊരു വിരോധവുമില്ലെന്ന് വ്യക്തമാക്കി. ജസ്റ്റ് ടേക്ക് എ ചിൽ പിൽ, അതാണ് തൻ്റെ ലൈനെന്നും നമുക്ക് സംസാരിച്ച് തീർക്കാമെന്നും മാന്യമായി പറഞ്ഞു. ഇതിനൊപ്പം കങ്കണ തനിക്കെതിരെ തുടർച്ചയായി വിടാതെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് സുഹൃത്തുക്കൾ കണ്ടെത്തിയ കാരണവും അദ്ദേഹം വെളിപ്പെടുത്തി. സൗരവിന് ഹൃത്തിക് റോഷന്റെ ചെറുപ്പത്തിലെ ചായ ഉണ്ടത്രേ. സൗരവിന്റെ കൂട്ടുകാരുടെ ട്രോൾ ഇന്റർനെറ്റിൽ കത്തിക്കയറി. കങ്കണയുടെ പരാമർശങ്ങളിൽ സൗരവ് മാത്രമല്ല, CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയും പ്രതികരിച്ചിരുന്നു. ഒറ്റ വരി, പാർട്ട് ടൈം രാഷ്ട്രീയക്കാർക്ക് മറുപടിയില്ല. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ കങ്കണയ്ക്ക് ഇപ്പോൾ ട്രോൾ പെരുമഴയാണ്. MP എന്ന തിരക്കിനിടയിലും സമയം കണ്ടെത്തി കങ്കണ അതിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും കങ്കണ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഈ MP പണി ചില്ലറ പണിയല്ല.